പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്ത കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് ഊരി വാങ്ങി, ആഡംബര ഷൂസ് ഊരി വാങ്ങി, ആഡംബര ഫ്ലാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള എത്ര ഭീകരമാണ്, എത്ര പൈശാചികമാണ്, എത്ര മനുഷ്യത്വരഹിതമാണ്, എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ പിൻബലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തും ഇത്തരം അഹങ്കാരത്തോടുകൂടി എല്ലാവരെയും നിയമത്തെ വെല്ലുവിളിക്കുന്നു, ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണുള്ളത്? കോൺഗ്രസിന്റെ പിന്തുണ തന്നെയാണ് ഉള്ളത്. കാരണം കർശനമായ നടപടിയിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇയാളെന്ത് തേങ്ങയാണോ ഇത് പറയുന്നേ? ഇയാളുടെ കൈ ഇങ്ങനെ വിറക്കും, കയ്യിന് വിറയലുണ്ട്, നാക്കിന് വിറയലുണ്ട്, നാക്ക് വഴങ്ങൂല. ഇപ്പൊ ബുദ്ധിക്കും വിറയലായോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് തേങ്ങയാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇയാളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? വെല്ലുവിളിക്കുന്നത് ആരെയാണ്? ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്, ഒരു പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുക. ഇവരൊക്കെ ആരാന്ന വിചാരം? ഇവരൊന്നും വെല്ലുവിളിക്കാൻ പാടില്ലേ? ജനങ്ങള് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതുകൊണ്ട് അധികാര കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ കാണുമ്പോൾ നമ്മൾ കുമ്പിട്ട് വണങ്ങണം എന്നാണോ പറയുന്നത്? വെല്ലുവിളിക്കാൻ പാടില്ലല്ലോ, എതിർക്കാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. അത്രേ. ആരാ പറഞ്ഞത് വെല്ലുവിളിക്കാന്നേ? ഇവനെയൊക്കെ വെല്ലുവിളിക്കാം. നമുക്കും ഈ പറയുന്ന ശിവൻകുട്ടിക്കും ഒക്കെ ഈ രാജ്യത്ത് ഒരൊറ്റ നിയമമുള്ളൂ, അല്ലാതെ ശിവൻകുട്ടിക്ക് വേറൊരു നിയമം, സഖാക്കൾക്ക് മറ്റൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. ആ വെല്ലുവിളി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നടത്തിയത് ആരാണ്? ഈ ശിവൻകുട്ടിയും സഖാക്കളും അല്ലേ? എന്തേ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി വന്നപ്പോ ആ പരാതി മുഖ്യമന്ത്രി കമലേച്ചിയുടെ അണ്ണാക്ക് തള്ളിയത് എന്തുകൊണ്ടാ? പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ട പരാതി ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി ഭാര്യയുടെ അണ്ണാക്കിൽ തള്ളിയത് എന്തിനാ? ഇവരാരെയാ വെല്ലുവിളിക്കുന്നത്? സഖാക്കള്. മുകേഷിനെതിരെ പരാതി ഉയർന്നപ്പോ ഈ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർത്തിയത് തന്നെ വലിയൊരു സംരക്ഷണമാ, ധാർഷ്ട്യവും അഹങ്കാരവുമാ. ആ സ്ത്രീയോട് എത്രമാത്രം ക്രൂരതയെ ഇവർ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ശിവൻകുട്ടി ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് പറയാണ് മന്ത്രി ആയതുകൊണ്ടും രാഷ്ട്രീയക്കാരനായതുകൊണ്ടും ആരും ഒന്നും ചോദിക്കുന്നില്ല. അറിയില്ല ഇനി സഖാവ് ആയതുകൊണ്ടാണോ ചോദിക്കാത്തത്, അതല്ല അയാളുടെ ഈ കൈ വിറയലും നാക്ക് പിഴയും നാക്ക് വഴങ്ങാത്തതും ബുദ്ധിസ്ഥിരതയില്ലാത്തതും ഒക്കെ കണക്കിലെടുത്തിട്ട് ഇയാൾ പറയുന്നത് റേഡിയോ പറയും പോലെ കേട്ട് തിരിച്ചൊന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോരാം എന്നുള്ള പരിഗണനയാണോ എന്നും അറിയില്ല. പക്ഷേ പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല. ശക്തമായ നടപടി എടുക്കണം പോലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ആര്? കോൺഗ്രസ്. എടോ, രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചതാ. ഇനി ഇതിന്റെ മുകളിൽ എന്താണ് നടപടി? സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളിൽ ഒരാള് ആരെങ്കിലും നോക്ക്, ഇപ്പൊ നമ്മളെ ജോലി സ്ഥലത്ത് നിന്ന് പിരിച്ചുവിട്ടു, ഡിസ്മിസ് ചെയ്തു, ഓക്കെ, നമ്മളെ പുറത്താക്കി, ജോലിയിൽ നിന്ന് പുറത്താക്കി. നമ്മളെ ജോലിയിൽ നിന്നൊക്കെ പുറത്താക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഉടമയോ അതിൻ്റെ മാനേജറോ അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥരായിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം നിർദ്ദേശിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്താൽ നമ്മളെന്ത് പറയും? നീ നിൻ്റെ വീട്ടിൽ പോയി പറയില്ലേ? സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം, പാർട്ടി അയാൾക്കെതിരെ നടപടിയെടുത്തു, സസ്പെൻഷൻ അല്ല പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം അയാൾക്കെതിരെ ഇനി എന്ത് നടപടിയാണോ ശിവൻകുട്ടി കോൺഗ്രസ് എടുക്കേണ്ടത്? എന്നാൽ പിന്നെ ആ നടപടി എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? ഈ ശക്തമായ നടപടി എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് കോൺഗ്രസ് എടുക്കേണ്ട നടപടി? കോൺഗ്രസിന് അയാളുടെ മേലിൽ ഇനി യാതൊരു അവകാശവുമില്ല, അയാൾക്കും കോൺഗ്രസിന് മുകളിൽ യാതൊരു അവകാശവുമില്ല. അപ്പോൾ ഇനി കോൺഗ്രസ് നടപടി എടുക്കുന്നില്ല, കോൺഗ്രസ് പിന്തുണയ്ക്ക് എല്ലാം ഇയാൾ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനൊരു വാക്ക് വിഴുങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾ ഊഹിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതിനിടയിൽ ഈ ചങ്ങാതിയുടെ വലിയ വാർത്താ സമ്മേളനം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിൽ അത് ഞാൻ ഫുള്ള് കേൾപ്പിക്കാതെ, കാരണം ഈ പൊട്ടം പറയുന്നതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യത്തിൽ ഇടയ്ക്ക് ഇയാൾ പറയുന്നുണ്ട് ഈ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കും. എന്നിട്ട് പറയുന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തു, തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു, PC ജോർജിനെ അറസ്റ്റ് ചെയ്തു,
അതുകൊണ്ട് സർക്കാർ ഇവിടെയുള്ളത് പറഞ്ഞാൽ വളരെ നിയമത്തിന് വിധേയമായി ആരുടെ മുന്നിലും തലകുനിക്കാത്ത സർക്കാരാണെന്നാണ് പറയുന്നത്. എന്തേ ശിവൻകുട്ടി ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്ത്രി കണ്ഠര് രാജീവരെ മാത്രമല്ലല്ലോ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുൻ MLA വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ദേവസ്വം പ്രസിഡന്റാക്കിയ വ്യക്തി, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളെ സെക്രട്ടേറിയറ്റിൽ ഈ വിദ്വാൻ ഇരുന്ന് സംസാരിക്കുന്ന സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷൻ ഇടതുപക്ഷ സംഘടനയുടെ നേതാവായിരുന്ന പ്രസിഡന്റായിരുന്ന വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരൊക്കെ ശിവൻകുട്ടി മറന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇയാളുടെ കൈ മാത്രമല്ല വിറക്കുന്നത്, നാക്ക് മാത്രമല്ല വിറക്കുന്നത്, ഇയാളുടെ ബുദ്ധിയും വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ നിർത്തിയെന്ന് വിചാരിക്കാം. ഇനി ഇയാളിപ്പോൾ മന്ത്രിയായിരിക്കുന്ന അതേ സെക്രട്ടേറിയറ്റിൽ അവിടെ ഈ എന്താ പറയേണ്ടത്, KSRTCയുടെയും അതുപോലെ ഗതാഗത മന്ത്രിയായിട്ട് ഒരുത്തനുണ്ടായിരുന്നു, ആന്റണി രാജു. ആ ആന്റണി രാജു ഷഡ്ഡി കട്ടതിന് കോടതി കുറ്റക്കാരനെന്ന് കണ്ടത് ശിക്ഷിച്ചിട്ട് ഇപ്പൊ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ജയിലിലാണുള്ളത്. ആ ആന്റണി രാജുവിന്റെ പേര് പറയാൻ ശിവൻകുട്ടിയുടെ നാവ് പൊന്തുന്നില്ല, അത് വഴങ്ങുന്നില്ല, നാവിന് കൈ വിറക്കുന്നുണ്ടല്ലോ, നാവും വിറക്കുക. അവിടെ പല പേരുകൾ, പത്മകുമാർ എന്ന് പറഞ്ഞ പേര് പറയാൻ ശിവൻകുട്ടിക്ക് നാവ് പൊന്തൂല, വാസു എന്ന് പറഞ്ഞ പേര് പറയാൻ ശിവൻകുട്ടിക്ക് പൊന്തൂല, ശബരിമലയിലെ സ്വർണം കട്ട സഖാക്കളുടെ പേര് പറയാൻ ശിവൻകുട്ടിയുടെ നാവ് പൊന്തൂല, ഷഡ്ഡി കെട്ടതിന് ശിക്ഷ അനുഭവിക്കുന്ന കോടതി ശിക്ഷിച്ച ആന്റണി രാജുവിന്റെ പേര് പറയാൻ ശിവൻകുട്ടിയുടെ നാവ് പൊന്തൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ശിവൻകുട്ടി വല്ലാതെ ഇങ്ങനെ വലിയ ഹീറോ എന്നാവണ്ട. ശിവൻകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്കാ ഫ്രോഡ്, ഒരു ക്രിമിനൽ സഖാവ്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. കാരണം നിയമസഭ തല്ലിപ്പൊളിച്ച ഒരാള് ഫ്രോഡല്ലാതെ ക്രിമിനൽ അല്ലാതെ പിന്നെ വല്ല രാജാവാണെന്ന് പറഞ്ഞ് നമ്മൾ പൂവിട്ട് പൂജിക്കണോ? അത് ക്രിമിനൽ തന്നെയാ, ആ ക്രിമിനലാണ്. ഇനി ഈ ശിവൻകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ശിവൻകുട്ടി ഈ പാലക്കാട് ഒരു ശാസ്ത്രമേള നടന്നിട്ടുണ്ടായിരുന്നു. ആ ശാസ്ത്രമേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞത്, അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേദി പങ്കിടുന്നതിന് കുഴപ്പമില്ല എന്നാ. ഇപ്പം അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടോ? നിങ്ങൾ പരാതി വന്നപ്പോഴേക്കും നിങ്ങൾ വേട്ടയാടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കേരളത്തിലെ തന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറയുണ്ടാക്കി, തടസ്സങ്ങൾ ഉണ്ടാക്കി, ചർച്ചകൾ വഴിതിരിച്ചുവിട്ട് എന്നിട്ട് കയറി കടന്നാക്രമിക്കാനിരിക്കുന്നു. ശിവൻകുട്ടിയോടൊക്കെ എനിക്ക് പുച്ഛാണ് തോന്നുന്നത്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ടി വരിക ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന്. ഇത് കാണുന്ന ആൾക്കാരെന്താ വിചാരിക്കണേ? നമ്മുടെ വിദ്യാഭ്യാസവും ഇവിടുത്തെ സിസ്റ്റമൊക്കെ അത്രയേ ഉള്ളൂന്ന് അല്ലേ? അങ്ങനെയല്ലേ വിലയിരുത്തുന്നത്? അതാണ് പറഞ്ഞത്, നമുക്ക് പറ്റിയ വലിയ അപമാനമാണ് ഇയാളൊക്കെ മന്ത്രിയായി. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവും, രേഖകളിൽ അവിടെ ഉണ്ടാവും. കേരളത്തിൻ്റെ മന്ത്രിമാരെ പട്ടിക, വിദ്യാഭ്യാസ മന്ത്രിമാരെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ 2021 മുതൽ 2026 വരെ ശിവൻകുട്ടി. നമ്മൾ ഈ പറയുന്ന 100% സാക്ഷരതയും വിദ്യാഭ്യാസവും പ്രബുദ്ധതയും ഒക്കെ വെള്ളത്തിൽ വളിയിട്ടതുപോലെ ആയാൻ മറ്റെന്താണ് വേണ്ടത്? ഇയാളെപ്പോലെയുള്ളവനൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയിട്ട് ഈ ജനതയെ അപമാനിച്ച് വെല്ലുവിളിച്ച സഖാക്കൾ പറയുക, ഇവർക്ക് എന്താ പറ്റാത്തത്? അവരുടെ പറഞ്ഞ കേട്ടില്ലേ, രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു, ഇവിടുത്തെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു എന്ന്. പിന്നല്ലാതെ ഇവൻ്റെയൊക്കെ കുണ്ടി കഴിവാൻ രാഹുൽ വരണമെന്നാണ് ഇവൻ പറയുന്നത്? ഇവൻ്റെതൊക്കെ മൂഞ്ചാൻ വേണ്ടി രാഹുൽ വരണമെന്നാണോ ഇവൻ പറയുന്നത്? വെല്ലുവിളിക്കേണ്ടടുത്ത് വെല്ലുവിളിക്കും, വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും. എന്താ കുഴപ്പം? അധികാരമുള്ളതുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാം, ആർക്കെതിരെയും കേസെടുക്കാം. എടുത്തോ, എന്താ കുഴപ്പം? എന്താ കുഴപ്പമുള്ളത്? കേസെടുത്തതുകൊണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ടും തീരുന്നതാണോ ഈ ലോകമെന്ന് പറയുന്നത്? അധികാരമുണ്ടെങ്കിൽ ആ അധികാരം ദുർവിനിയോഗത്തിലൂടെ ആർക്ക് എന്തും ചെയ്യാന്നേ. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കാരണം പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്, ഇനി 2 മാസക്കാലമാണ് ഈ കസാരയിൽ ഇരിക്കാൻ പറ്റുന്നത്. ഈ 2 മാസക്കാലം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ വെല്ലുവിളിച്ച അതേ ശിവൻകുട്ടി പറഞ്ഞ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. യെസ്, ഇവരെ വെല്ലുവിളിച്ച വ്യക്തിയെ അത്രമാത്രം ദേഷ്യവും വൈരാഗ്യവും രാഹുലിനോട് ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിനോട് അത്രമാത്രം ദേഷ്യവും വൈരാഗ്യവും പകയും വിദ്വേഷവും ഒക്കെ ഈ സഖാക്കൾക്ക് രാഹുലിനോടുണ്ട്. അതുകൊണ്ടാണ് ഈ പരാതി ഒരു 7 ദിവസം ഒരാളെയും പുറത്തറിയിക്കാതെ കൊണ്ടു നടന്നു. എന്നിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് രാത്രിക്ക് രാത്രി പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പകയും വിദ്വേഷവും ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പിണറായി വിജയനെ നമുക്ക് സഹിക്കാമെങ്കിൽ പി ശശിയെയും പി കെ ശശിയെയും ഗണേഷ് കുമാറിനെയും മുകേഷിനെയും ആ അടങ്ങുന്ന ഒരു കോഴി ഫാം നടത്തുന്ന പിണറായി വിജയനെ നമുക്ക് സഹിക്കാമെങ്കിൽ ഈ പക്കാ ഫ്രോഡായിട്ടുള്ള ശിവൻകുട്ടിയെ നമുക്ക് സഹിക്കാമെങ്കിൽ നമുക്ക് രാഹുലിനെയും സഹിക്കാം. അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഈ ശിവൻകുട്ടി നമ്മളെ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ അതിലും വലിയ അപമാനം കേരളത്തിന് വേറെ ഒന്നില്ല. പിണറായി വിജയൻ 2 തവണ കേരളം ഭരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലും വലിയ അപമാനം മറ്റൊന്നുമില്ല. ഇവരൊക്കെ അത്രത്തോളം വരില്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും കേരളത്തിന് അപമാനമല്ല. അപമാനമെന്ന് പറയുന്നത് ഈ ശിവൻകുട്ടിയും ഈ പിണറായി വിജയനും ഒക്കെ തന്നെയാണ്. സഖാക്കളാണ് കേരളത്തിൻ്റെ അപമാനം എന്ന് പറയുന്നത്.